friends, welcome back to creativehub. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ബോട്ടിൽ ആർട്ടായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം ആ ഒരു ഉണങ്ങിയതിന് ശേഷം പിന്നെയും അടിച്ചിട്ട് ഫുൾ ഒരു വൈറ്റ് കളറാക്കി എടുക്കണം. അപ്പോൾ അതേപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് അടിച്ച് ഫിനിഷ് ആക്കിയ ഉണങ്ങിയ ഒരു ബോട്ടിലാണിത്. പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ സ്റ്റെൻസിലിൻ്റെ തന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ മുകളിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതേപോലെ സ്റ്റെൻസിലിൽ ഫോട്ടോ ചെയ്തെടുത്തതാണിത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ അറബിയിൽ ഉള്ള കുറച്ച് വേർഡ്സും പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അറബിക് വേർഡ്സൊക്കെ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ബ്രൗൺ കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പേപ്പർ ടാപ്പ് യൂസ് ചെയ്തിട്ട് 2 സൈഡിലും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ പ്രിൻ്റ് ചെയ്ത അറബീൻ്റെ വേർഡ്സ് ഉണ്ടല്ലോ, ആ ഒരു വേർഡ് ഇതിൻ്റെ മേലേക്ക് പേപ്പർ ടാപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലൊന്ന് പെൻസിലോ എന്തെങ്കിലും മാർക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതേപോലെ ആ ഒരു എഴുത്ത് നമുക്ക് ഇതിലേക്ക് സ്കെച്ച് ചെയ്തെടുക്കാം. സ്കെച്ച് ചെയ്തതിന് ശേഷം ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ആ ലെറ്റേഴ്സൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ സ്റ്റെൻസിൽ ഫോട്ടോ കൂടെ അതിൽ സ്കെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതേപോലത്തെ ഒരു ജൂട്ടിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ബോട്ടിൻ്റെ ഈ ഭാഗത്ത് വെക്കാനായിട്ട് ആ ഭാഗത്ത് അളവെടുത്തതിന് ശേഷം ജൂട്ടിൻ്റെ ക്ലോത്ത് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മേൽഭാഗത്തെ കുറച്ച് ത്രെഡുകളും അടിഭാഗത്തെ കുറച്ച് ത്രെഡുകളും ഒന്ന് ഒഴിവാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്തിട്ട് ഇത് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അവരുടെ പേരും കൂടെ ഞാൻ അതിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബോട്ടിലേക്ക് കുറച്ച് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കുറച്ച് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഹാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ ബോട്ടിൽ ഇതേപോലെ എവിടെയാണോ ഹാർട്ട് വേണ്ടതെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ നേരത്തെ പഞ്ച് ചെയ്ത ആ ഒരു പേപ്പർ കഷ്ണം ഉണ്ടല്ലോ, അത് ഇതേപോലെ വെച്ചിട്ടാണ് അതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് ഞാൻ ഹാർട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പെയിൻറ്റ് ചെയ്ത ഹാർട്ടൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതിൽ ഞാൻ ഇതേപോലത്തെ റെഡ് കളർ 3D പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇതേപോലെ റെഡ് റിബണോ ക്ലോത്തോ നെറ്റിൻ്റെ ക്ലോത്തോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ബോ കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബോട്ടിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.